നമസ്കാരം സുഹൃത്തുക്കളെ. ഫ്രെയിം ബൈ ഫ്രെയിമിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2021 പുറത്തിറങ്ങിയ സ്പോർട്സ് ഡ്രാമ മൂവി തൂഫാൻ ആണ്. ഒരു സാധാരണ ഗുണ്ടയായ അസീസ് അലി എങ്ങനെ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടന്ന് ഒരു ബോക്സിംഗ് ഇതിഹാസമായി മാറുന്നു എന്നതാണ് ഈ സിനിമയുടെ കഥ. ഫർഹാൻ അക്തറിന്റെ അമ്പരപ്പിക്കുന്ന ശാരീരിക മാറ്റവും പരേഷ് റാവൽ, മൃണാൽ താക്കൂർ എന്നിവരുടെ മികച്ച പ്രകടനവും ഈ സിനിമയെ വേറിട്ടു നിർത്തുന്നു. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സിനിമാ റിവ്യൂകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈയിലെ ഡോംഗ്രിയിൽ താമസിക്കുന്ന അസീസ് അലി ഒരു അനാഥനാണ്. അജ്ജു ഭായ് എന്നാണ് അസീസ് അറിയപ്പെടുന്നത്. പ്രാദേശിക ഗുണ്ടയായ സഫർ ഭായ്ക്ക് വേണ്ടി പണം പിരിക്കാൻ പണമിടപാടുകാരെ മർദ്ദിക്കുന്ന ഒരു ഗുണ്ടയാണിത്. ഒരിക്കൽ അസീസ് ഒരു വഴക്കിൽ പരിക്കേൽക്കുകയും ആശുപത്രിയിൽ എത്തുന്ന ഡോ. അനന്യ പ്രഭു അവനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ മാന്യമായ ജോലി ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൾ അവനെ ബോധ്യപ്പെടുത്തുന്നു. അനന്യയുടെ വാക്കുകൾ അസീസിനെ സ്വാധീനിക്കുന്നു. ഒരിക്കൽ മുഹമ്മദ് അലിയുടെ ബോക്സിംഗ് വീഡിയോകൾ കണ്ട ശേഷം അദ്ദേഹം ഒരു ബോക്സറാകാൻ തീരുമാനിക്കുന്നു. ഇതിനായി മുംബൈയിലെ ഒരു മികച്ച പരിശീലകനായ നാനാ പ്രഭുവിനെ സമീപിക്കുന്നു. ആദ്യം അദ്ദേഹം അദ്ദേഹത്തെ നിരസിച്ചെങ്കിലും അസീസിന്റെ കഠിനാധ്വാനം കണ്ടതിനുശേഷം നാന അദ്ദേഹത്തെ തന്റെ ശിഷ്യനായി സ്വീകരിക്കുന്നു. നാനയുടെ സംരക്ഷണയിൽ അസീസ് ഒരു മികച്ച പോരാളിയായി മാറുകയും തൂഫാൻ എന്ന പേര് നേടുകയും ചെയ്യുന്നു. പരിശീലനത്തിനിടെ അസീസും അനന്യയും പ്രണയത്തിലാകുന്നു. എന്നിരുന്നാലും അനന്യ തന്റെ പരിശീലകനായ നാനാ പ്രഭുവിന്റെ മകളാണെന്ന് അസീസ് പിന്നീട് മനസ്സിലാക്കുന്നു. ശക്തമായ മതപരവും മുൻവിധിയുള്ളതുമായ മനോഭാവമുള്ള നാന പ്രഭുവിന് തന്റെ മകൾ ഒരു മുസ്ലിമുമായി പ്രണയത്തിലാകുന്നത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അസീസിനെ അടിക്കുകയും അനന്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അനന്യയോടൊപ്പം ജീവിക്കാൻ പണം ആവശ്യമായിരുന്ന അസീസ് ഒരു പ്രധാന മത്സരത്തിൽ തോൽക്കാൻ പണം വാങ്ങി. എന്നാൽ ഇത് പിടിക്കപ്പെടുകയും അസീസിനെ 5 വർഷത്തേക്ക് ബോക്സിംഗിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെ നാനപ്രഭുവും അസീസും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. അസീസ് ബോക്സിംഗ് ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. അവർക്ക് മൈറ എന്നൊരു മകളുണ്ടായിരുന്നു. 5 വർഷത്തിനു ശേഷം അനന്യ അസീസിനെ ബോക്സിംഗിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതിനായി പുതിയ ലൈസൻസ് ലഭിക്കാൻ മടങ്ങുന്നതിനിടെ റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് അനന്യ മരിച്ചു. ഈ പരിക്കിൽ തകർന്ന അസീസ് മകൾക്കായി തന്റെ ജീവിതം വീണ്ടെടുക്കാൻ തീരുമാനിച്ചു. അനന്യയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം റിങ്ങിലേക്ക് മടങ്ങി. പ്രായവും കുറഞ്ഞുവരുന്ന ശാരീരികക്ഷമതയും അസീസിന് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു. ഒടുവിൽ തന്റെ പേരക്കുട്ടിക്ക് വേണ്ടി അസീസിനെ വീണ്ടും പരിശീലിപ്പിക്കാൻ നാനപ്രഭു സമ്മതിക്കുന്നു. അവസാന മത്സരത്തിൽ വളരെ ശക്തനായ ഒരു എതിരാളിക്കെതിരെ അസീസ് വിജയിക്കുന്നു. നാനപ്രഭു അസീസിനെ തന്റെ മകനായി സ്വീകരിക്കുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്.